കേരളത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ് കൊല്ലം സിറ്റി പോലീസ്. ലഹരിക്കെതിരെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും പങ്കാളികളാക്കി നടപ്പിലാക്കുന്ന പ്രത്യേക കർമ്മ പദ്ധതിയാണ് മുക്തിയോദയം. മുൻ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന കിരൺ നാരായണ IPS ആരംഭിച്ച പദ്ധതി ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ ലഹരി ഉപയോഗത്തെ പ്രതിരോധിക്കാനും ലഹരിക്ക് അടിമപ്പെട്ടവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താനുമാണ് ലക്ഷ്യമിടുന്നത്. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കാൻ കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര കർമ്മ പദ്ധതിയാണ് മുക്തിയോദയം. സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ ബോധവൽക്കരണം വ്യാപിപ്പിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പോലീസ്, എക്സൈസ്, എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എന്നിവർ സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതോടൊപ്പം വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലെ വിദഗ്ധർ, സൈക്കോളജിസ്റ്റുകൾ, അഭിഭാഷകർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ ആളുകളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡിക്ഷന്റെ പുറത്ത് അവർക്ക് പൈസ കിട്ടാനോ അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് കിട്ടാൻ വേണ്ടി അവരെല്ലാം മറക്കും, ബാക്കിയെല്ലാം. സോ റാഷണൽ തോട്ട് ഇല്ലാണ്ടാവും. സോ ഫൗണ്ടേഷണൽ ഫോക്കസ് ഈ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റിൽ നമ്മൾ കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 400 കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്, അവരുടെ ഇൻഡിവിജ്വലിന്റെ പ്രശ്നം എന്താണ് അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് ഇൻഡിവിജ്വലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലഹരി ഉപയോഗം പലപ്പോഴും സാധാരണക്കാരുടെ കുടുംബങ്ങളെയാണ് ഏറ്റവും കൂടുതൽ തകർക്കുന്നത്. ഒരാളിൽ ആരംഭിക്കുന്ന ഈ ദുഷ്പ്രവണത പലപ്പോഴും കുടുംബത്തിനുള്ളിൽ തന്നെ പരമ്പരയായി തുടർന്നു പോകുന്ന സാഹചര്യം. തരുന്നത് 100-300 വീട്ടിൽ തരിക, ബാക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ 500 ഞങ്ങൾ 600 അവർക്ക് ആവശ്യമെന്ന് പറയുന്നത്. ഒരു കുപ്പി സാധനത്തിന് അവർക്ക് ഇപ്പോൾ വില കൂടുതലായതുകൊണ്ട് അന്നേരം അവർ പറയുന്നത് ഇത് ഞങ്ങൾക്ക് തികയത്തില്ല, നിങ്ങൾക്ക് വീട്ടിൽ തരാൻ ഞങ്ങൾക്ക് പൈസ ഇല്ല. അത് കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. ലഹരി ഉപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനോടൊപ്പം ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരിച്ചറിഞ്ഞ് അവരെ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും മുക്തിയോദയത്തിന്റെ ഭാഗമായി നടക്കുന്നു. മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളെ തിരിച്ചറിയുകയും അവർക്കാവശ്യമായ കൗൺസിലിംഗ് നൽകുകയും ചെയ്യുന്നു. രക്ഷിതാക്കൾക്കായി ശിശുക്ഷേമ സമിതിയും മുതിർന്നവർക്കായി ജില്ലാ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമും പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു. കൂടാതെ സ്കൂളുകളിൽ ക്ലബ്ബുകളും സംഘങ്ങളും രൂപീകരിച്ച് ഹെൽപ്പ് ഡെസ്ക് സംവിധാനത്തിലൂടെയും ലഹരിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ് ലക്ഷ്യം. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും പങ്കാളികളാക്കി ലഹരിയില്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് മുക്തിയോദയം. സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.